ഒന്നും രണ്ടുമല്ല, 100-ലധികം ചെടികളാണ് ഞാൻ ഈ കാണുന്ന ഒരൊറ്റ സഡ്സൺ പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തത്. സെയിം ടൈം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത ഈ ലീവ്സിലെല്ലാം വേരും കിഴങ്ങും മാത്രമല്ല, ചിലതിൽ കിഴങ്ങിൽ നിന്ന് മുളച്ചു വന്ന പുതിയ നാമ്പ് വരെയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ഈ ഒരു പ്ലാന്റാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയത്. ഇതാണ് ഞാനിപ്പോൾ മദർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൽ നിന്നാണ് ഞാൻ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണ് ഈ പ്ലാന്റിൽ ഉണ്ടാകുന്ന പൂവ്. ഇതാണ് സഡ്സൺ പ്ലാന്റിന്റെ പൂവ്. കാണുന്നവർക്ക് വേണ്ടി കാണിക്കുന്നതാണ് കേട്ടോ. ആദ്യത്തെ മെത്തേഡാണ് ലീഫ് പ്രൊപ്പഗേഷൻ. ഇതിനായിട്ട് വേണ്ടത് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡാണ്. ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ലീവ്സ് അതിൻ്റെ ചെറിയ തണ്ടോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം 99% സക്സസ് റേറ്റ് ഉള്ള ഒരു മെത്തേഡാണിത്. ഈ വെട്ടിയെടുത്തല്ല ഒരു ഭാഗം പോലും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. നമ്മൾ വെട്ടിയ ഇലകളെല്ലാം ഈ ട്രേയിലിട്ടിട്ടുണ്ട്. കൂടാതെ ആ ഒരു തണ്ടും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ട്രേ ആണ്. ഈ ഒരു ട്രേനെ കവർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് വേണം. ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നത് കുറച്ചും കൂടി ക്ലിയർ ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അക്രിലിക് ഷീറ്റിൽ ലേസർ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിത് ചെയ്യുമ്പോൾ കാർഡ്ബോർഡ് ഷീറ്റിൽ ഹോൾസ് ഇട്ടിട്ട് അതായാലും യൂസ് ചെയ്താൽ മതി. കാർഡ്ബോർഡ് ഷീറ്റോ തെർമോക്കോൾ ഷീറ്റോ ഇതുപോലെ യൂസ് ചെയ്യാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വാട്ടർ പ്രൊപ്പഗേഷൻ ആണ്. അതിനായിട്ട് ട്രേയിൽ വെള്ളം നിറയ്ക്കുന്നു. ഈ ഷീറ്റ് ഞാൻ അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലിട്ടിട്ടുള്ള ഹോൾസിലൂടെ ഓരോ ഇലയും ഇങ്ങനെ താഴ്ത്തി വെക്കുന്നു. ഒരിക്കലും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ തണ്ട് താഴെ മുട്ടി നിൽക്കുന്ന രീതിയിൽ വെക്കരുത്. അങ്ങനെ വെച്ചാൽ അത് ചീഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇലകളെല്ലാം അതിൻ്റെ അടിഭാഗം ജസ്റ്റ് വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലകളെല്ലാം ഈ ഹോൾസിൽ വെച്ച് കഴിഞ്ഞു. അടിഭാഗത്ത് നോക്കിയാൽ കുറച്ച് ഭാഗം താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ട്രേയിൽ വെള്ളത്തിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ടിപ്പ് മാത്രം വെള്ളത്തിൽ ജസ്റ്റ് മുട്ടി നിൽക്കുന്ന രീതിയിലായിരിക്കും അതുണ്ടായിരിക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം എന്തായി ഇതിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഇതിലെല്ലാ ലീഫിലും വേര് വന്നിട്ടുണ്ട്. 100% സക്സസ് റേറ്റ് ആണ്. ഒന്നുപോലും ചീഞ്ഞു പോയിട്ടില്ല. എല്ലാ ഇലയും നന്നായിട്ട് വളരുന്നുണ്ട്. 3 ആഴ്ചകൾക്ക് ശേഷം ഇതിൻ്റെ വളർച്ച ഇവിടെ വരെ എത്തിയത് നോക്കാം. ഇപ്പോൾ ഇതിൽ വേര് മാത്രമല്ല കിഴങ്ങും കൂടി വളരാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊപ്പഗേഷനിലെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങളിവിടെ വെറും പച്ചവെള്ളത്തിലാണ് ഇത് വളർത്തിയത്. വളർച്ചയെ ത്വരിതപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗ്രോത്ത് ഹോർമോണൊക്കെ യൂസ് ചെയ്യാം. അത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞങ്ങളിവിടെ പച്ചവെള്ളത്തിൽ മാത്രമാണ് ഇത് വളർത്തുന്നത്. ഇവിടെ നോക്കുമ്പോൾ കിഴങ്ങൊക്കെ കണ്ടു, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിഴങ്ങുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ചിലതിൽ അതിൻ്റെ നാമ്പും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കിഴങ്ങ് അത്യാവശ്യം വലിപ്പം വരുമ്പോൾ നമുക്കിത് പോട്ടി മിക്സിലോട്ട് മാറ്റി നടാൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അധികം വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടി മിക്സാണ് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നില്ല. മണ്ണും മണലും കമ്പോസ്റ്റും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. തയ്യാറാക്കിയ പോട്ടി മിക്സ് നമുക്ക് ഈ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 10 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ചട്ടികളാണ്. ഇതിനത് പിടിച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് വലിപ്പമുള്ള ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ട്രേയിൽ നിന്ന് ഓരോരോ കിഴങ്ങുകളായിട്ട് പുറത്തെടുക്കുകയാണ്. പതുക്കെ സൂക്ഷിച്ച് വേണം കിഴങ്ങ് പുറത്തെടുക്കാൻ. അപ്പോൾ ഇലയൊന്നും കീറാതെ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കുന്നു. വേരും കിഴങ്ങോടും കൂടിയിട്ടുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി കിഴങ്ങ് നമുക്ക് നട്ടുകൊടുക്കാം. താഴ്ഭാഗത്തോട്ട് അതിൻ്റെ വേരും കിഴങ്ങ് വേണ്ടുന്ന രീതിയിൽ ഞാനിവിടെ ചെടികൾ നട്ടുകൊടുക്കുകയാണ്. നട്ട ശേഷം ഞാൻ ചെടികളെല്ലാം നനച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുത്ത ആഴ്ച നനച്ചാൽ മതി. വല്ലപ്പോഴൊക്കെ നനച്ചാലും സർവൈവ് ചെയ്യുന്ന ചെടിയാണ് സഡ്സൺ പ്ലാന്റ്. ഇത് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ വെക്കരുത്, തണലത്ത് വേണം വെക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ 100 ചെടികളും നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇൻ കേസ് ഇല നശിച്ചാലും ഇതിൻ്റെ താഴെയുള്ള കിഴങ്ങിൽ നിന്നും ചെടി മുളച്ചു വരും. ഇപ്പോൾ കുറച്ച് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ചെടികളെല്ലാം മുളച്ചിരിക്കുകയാണ്. ചിലതിൽ കുറച്ച് ഗ്രോത്ത് സ്ലോ ആണ്, പക്ഷേ അത് പിന്നാലെ തന്നെ വളർന്നു വന്നോളൂ. ഇനി ഒരു ടിപ്പ് കൂടി പറയാം. ഇലയ്ക്ക് പുറമെ ഇതിൻ്റെ തണ്ടിൽ നിന്നും നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സെയിം മെത്തേഡ് യൂസ് ചെയ്തത് തന്നെ. ഈ ഒരു ചെടിക്ക് മാത്രമല്ല മറ്റ് ഇൻഡോർ പ്ലാന്റ്സിനും ഇതേ രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ചട്ടിയിൽ തിങ്ങി നിൽക്കുന്ന ഈ ഒരു മദർ പ്ലാന്റിനെ ഞാൻ റീപോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിനെ ഒന്നെങ്കിൽ കുറച്ചും കൂടി വ്യാസമുള്ള ഒരു ചട്ടിയിൽ നടാം, അല്ലെങ്കിൽ ഇതിൻ്റെ കിഴങ്ങ് ഇങ്ങനെ എടുത്ത് അത് സ്പ്ലിറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊപ്പഗേഷനും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വലിയ കിഴങ്ങാണുള്ളത്. ഞാൻ ഈ കിഴങ്ങിനെ 4 ഭാഗങ്ങളാക്കി, അതായത് ഒരു ചെടിയെ 4 ഭാഗങ്ങളാക്കി 4 ചട്ടിയിലായിട്ട് നട്ടു. ഇത് ചെയ്ത് കഴിയുമ്പോൾ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഇലയിൽ നിന്ന് വളർത്തിയെടുത്ത ചെടിയാണിത്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ചെടി കിട്ടാൻ 250 രൂപയെങ്കിലും നഴ്സറിയിൽ കൊടുക്കണം. അങ്ങനത്തെ 150ഓളം ചട്ടികൾ ഇവിടെയുണ്ട്. 150 × 250 = 37,500.